ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടന അമ്മയിൽ വലിയ തർക്കം നടക്കുന്നുവെന്ന് കൊച്ചിയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. ഭിന്നതയ്ക്കിടെ അമ്മ എക്സിക്യൂട്ടീവ് ഇന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഓൺലൈനായി യോഗം ചേരാനും ആലോചനയുണ്ട്. കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, പറയൂ, വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ഫിലിം ചേംബർ അടക്കമുള്ള സിനിമാ സംഘടനയിലെ ഭിന്നാഭിപ്രായം പോലെ തന്നെ താരസംഘടനയായ അമ്മയിലും വലിയ തർക്കവും ഭിന്നാഭിപ്രായവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ താരസംഘടനയിലെ 506 അംഗങ്ങളുണ്ട്. ഇവരിൽ പലരുമായും സംഘടനാ നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപനം എങ്ങനെ വേണം, ഈ റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അംഗങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. അതിനിടെയാണ് ഈ ഭിന്നാഭിപ്രായം ഈ സംഘടനയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. WCC അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഇതിലെ ഇരകൾക്കൊപ്പം സംഘടന നിൽക്കണം, വേട്ടക്കാരെ പൂർണ്ണമായും തള്ളിപ്പറയണം എന്നുള്ള നിലപാടാണ് ഒരു വിഭാഗം പറയുന്നത്. ഒപ്പം ഈ ഇരകൾ പറഞ്ഞതിൽ തെളിവോടുകൂടി ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതേസമയം മറുവിഭാഗം പറയുന്നത് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകേണ്ടതില്ല. WCC അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഒരു നിലപാട് പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളണം, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് സംഘടന പറയേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഒരു വിഭാഗം പോയിരിക്കുന്നത്. എന്തായാലും ഇതിലൊരു കൃത്യമായ നിലപാട് പ്രഖ്യാപനത്തിന് അമ്മയ്ക്ക് നിലവിൽ സാങ്കേതിക തടസ്സമുണ്ട്, ഈ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട്. എന്തായാലും ഈ സംഘടനാ നേതൃത്വവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. അമ്മയുടെ ഒരു പരിപാടി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വിശദമായി പഠിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച നടത്താനോ പൂർണ്ണമായി അവർക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് താരസംഘടനയുടെ നേതൃത്വം പറയുന്നത്. പക്ഷേ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം അനൌദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനം അമ്മയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല താരങ്ങളും ഷൂട്ടിങ്ങും ഒക്കെ ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലുമാണ്. അതായത് എക്സിക്യൂട്ടീവിലുള്ള പല താരങ്ങളും അവരെ ചേർത്തുകൊണ്ട് ഒരു ഓൺലൈൻ യോഗം ചേർന്ന് ആ ഓൺലൈൻ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച നടത്തി ഇന്നു തന്നെ ഒരു നിലപാട് പ്രഖ്യാപിക്കാനുള്ള ഒരു ആലോചനയിലാണ് അമ്മ നേതൃത്വമുള്ളത്. ഇന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒരു പുസ്തക പ്രകാശനം കൊച്ചിയിലുണ്ട്. അത് വൈകുന്നേരമാണ്. ഒരുപക്ഷെ അതിൽ മാധ്യമങ്ങളുടെ ചോദ്യം വരുന്നതിന് മുന്നേ തന്നെ ഒരു പത്രക്കുറിപ്പായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഈ നിലപാട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് നിർണായകമാണ്. ഒപ്പം ഈ സർക്കാർ വിളിച്ചിരിക്കുന്ന കോൺക്ലേവുമായി ബന്ധപ്പെട്ടടക്കമുള്ള നിലപാടുകളും ഈ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. SK. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.